നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതിപ്പോ കൊലക്കുറ്റവാ. ആ ചന്ദ്രബോസ് എഴുതി പിടിപ്പിച്ചിരിക്കുന്ന പോലൊക്കെ കാര്യങ്ങൾ നടക്കും. അയാൾക്കാണെങ്കിൽ നമ്മുടെ ഭാമയോടും നമ്മുടെ കുടുംബത്തോടും ഒക്കെ കടുത്ത വൈരാഗ്യവാ. നല്ലൊരു നിയമയുദ്ധം തന്നെ നമ്മൾ വിഷ്ണുവിന് വേണ്ടി നടത്തേണ്ടി വരും. സത്യാമ്മ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ പോയിട്ടുണ്ടല്ലോ. സത്യാമ്മ വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. എന്തായാലും വിഷ്ണുപ്രയെ രക്ഷിച്ചെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാ. അതിനെന്താണെന്ന് വെച്ചാൽ അതിനുള്ള പണി നമ്മൾ ഇന്ന് തന്നെ തുടങ്ങണം. കുഞ്ഞിച്ചിയും കുഞ്ഞിച്ചിയുടെ രീതിയിൽ കാര്യങ്ങൾ നോക്കുന്നുണ്ടല്ലോ. എന്തായാലും ജാമ്യം കിട്ടും തന്നെയാ കുഞ്ഞിച്ചി എന്നോട് പറഞ്ഞത്. അല്ല, അങ്ങനെയാണെങ്കിൽ ഭാമയ്ക്കൊപ്പം വിഷ്ണു ഉണ്ടാവുമല്ലോ. അല്ല, എന്തായാലും കളക്ടർക്ക് താഴെയല്ലേ AC ഇവിടെ സ്ഥാനം. കളക്ടർ പറഞ്ഞ ചന്ദ്രബോസ് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അമ്മേ, എപ്പോഴാ അമ്മേ വിഷ്ണു അച്ഛൻ വരുന്നത്? സത്യമയുടെ കൂടെ വരും മോളെ. പൊന്നി, അവന് കഴിക്കാൻ എന്തെങ്കിലും കരുതിയേക്കണേ. നല്ല വിശപ്പുണ്ടാവും. വന്നാലുടനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. എല്ലാം റെഡിയാണ് സർ. എടാ മോനെ, എത്രയും പെട്ടെന്ന് വക്കീല്. അയ്യോ, വിഷ്ണു അച്ഛൻ എവിടെ? പൊന്നെ കുറച്ച് വെള്ളം കൊണ്ടുവാ. ഭാമേ, വിഷ്ണുവിടെ? എന്താ അമ്മ ഉണ്ടായേ? വിഷ്ണുവേട്ടൻ വന്നില്ലേ? വിഷ്ണുവേട്ടന് ജാമ്യം കിട്ടിയില്ലേ? ഇല്ല, ശാലിനിയെ ചന്ദ്രബോസ് മടക്കി അയച്ചു. എനിക്കെന്റെ മകനെ ഒന്നും കാണാൻ പോലും പറ്റിയില്ല. ചന്ദ്രബോസ് കാണിക്കില്ലെന്ന് പറഞ്ഞോ? സത്യമേ, ഭാമേ, അയാൾ കാണിക്കില്ലെന്ന് പറഞ്ഞോ? പറഞ്ഞത് നമ്മുടെ മോൻ തന്നെയാ. വിഷ്ണുവേട്ടൻ അവൻ എന്നെ കാണണ്ടെന്ന് പറഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.